ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരോട് തൻ്റെ ക്രൂശീകരണത്തെപ്പറ്റിയും തൻ്റെ പീഡാനുഭവത്തെപ്പറ്റിയും പങ്കുവയ്ക്കുന്ന ഒരു ഭാഗമാണ് ഈ 26-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതിപ്രകാരമാണ് ആ ഒരു പ്രവചനം: 2 ദിവസങ്ങൾക്ക് ശേഷം പെസഹായാകുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മനുഷ്യപുത്രൻ കുരിശിൽ തറയ്ക്കപ്പെടുവാനായി ഏൽപ്പിക്കപ്പെടും എന്നുള്ളത്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഭാഗം ഇതാണ്: മനുഷ്യപുത്രൻ കുരിശിൽ തറയ്ക്കപ്പെടുവാനായി ഏൽപ്പിക്കപ്പെടും എന്നുള്ളത്. അവിടെ ഒരു ചോദ്യം ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരുടെ ഈ ഭാഗം പങ്കുവെക്കുമ്പോൾ ഒരു ചോദ്യം കൂടെ അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ആ ചോദ്യം ഏൽപ്പിക്കപ്പെടും എന്നതിൻ്റെ പിന്നാലെയാണ്. മനുഷ്യപുത്രൻ കുരിശിൽ തറയ്ക്കപ്പെടുവാനായി ഏൽപ്പിക്കപ്പെടും. ആരാണ് കർത്താവിനെ കുരിശിൽ തറയ്ക്കുവാനായി ഏൽപ്പിക്കുന്നത്? ഒരു ചോദ്യമാണ്. ഒരാളെ ഏൽപ്പിക്കാതെ എങ്ങനെയാണ്? കർത്താവിനെ ആരോ ഏൽപ്പിക്കുന്നുണ്ടെന്ന് തൻ്റെ അപ്പോസ്തലന്മാരോട് താൻ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ഒരു യഥാർത്ഥമായൊരു അർത്ഥം, ഈ ഏൽപ്പിക്കപ്പെടുമെന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥമായൊരു അർത്ഥം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു ഗ്രീക്ക് വേർഡ്, ഇതിൻ്റെ ഒരു റൂട്ട് വേർഡിലേക്ക് നമുക്ക് പോയാലേ പറ്റുള്ളൂ. അത് പാരാഡിഡോട്ടൈ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ്. അത് ബിട്രൈഡ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. അതിൻ്റെ ഒരു അർത്ഥം അവൻ്റെ ശത്രുക്കളെ സഹായിക്കുവാനായി അവനെ ഏൽപ്പിക്കുന്നു എന്നാണ്. അവൻ്റെ ശത്രുക്കളെ സഹായിക്കുവാനായി അവനെ ഏൽപ്പിക്കുന്നു. ആരാണ് യേശുക്രിസ്തുവിൻ്റെ ശത്രുക്കൾ? ആർക്കു വേണ്ടിയാണ് അവനെ ഏൽപ്പിച്ചത്? വളരെ ഒരു ചെറിയ വാക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം. നമുക്കറിയാം, കർത്താവിൻ്റെ ഈ ലോകത്തിൻ്റെ പോരാട്ടം, ഈ ലോകത്തിലെ കർത്താവിൻ്റെ യുദ്ധം, അത് ജഡരക്തങ്ങളോടല്ലായിരുന്നു, മനുഷ്യരോടല്ലായിരുന്നു. മനുഷ്യരോട് കർത്താവ് അത്രത്തോളം ഒന്നും എതിർത്ത് നിന്നിരുന്നില്ല. കർത്താവ് ഏറ്റവും കൂടുതൽ ചെറുത്ത് നിന്നത് പിശാചിനോടായിരുന്നു. കർത്താവിൻ്റെ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ അവൻ 40 രാവും 40 പകലും ഉപവസിച്ചവൻ നോമ്പെടുത്തപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുവാനായി അവൻ്റെ അടുക്കൽ വന്നത് പിശാചാണ്. ഈ പിശാചിനോട് കർത്താവ് അവൻ നല്ല രീതിയിൽ തന്നെ അവൻ ചെറുത്തു നിന്നു. പിശാച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം പിശാചിനെ ലജ്ജിതനാക്കിക്കൊണ്ട് കർത്താവ് ചെറുത്തു നിന്നു. അത്രത്തോളം കർത്താവ് ചെറുത്തു നിന്നത് അവൻ്റെ ശത്രുവായ പിശാചിനോടാണ്. ഇവിടെ കർത്താവ് പറയുന്നു, അവൻ്റെ ശത്രുക്കളെ സഹായിക്കുവാനായി എന്നെ ഏൽപ്പിക്കും. വീണ്ടും പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:12 പറയുന്നു, ഞങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് ജഡരക്തങ്ങളോടല്ല, അതായത് ഈ മനുഷ്യരോടല്ല. ആരോടാണ് പോരാട്ടം? നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ അധികാരികളോടാണ്, ഈ ലോകത്തിൻ്റെ വാഴ്ചകളോടാണ്, ഈ ലോകത്തിൻ്റെ അധികാര ദുർവിനിയോഗത്തോടാണ്. ഇപ്രകാരം കർത്താവ് പറയുന്നു, അവൻ്റെ ശത്രു എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ അധികാരി, ഈ ലോകത്തിൻ്റെ അധികാര ദുർവിനിയോഗമാണ്, ഈ ലോകത്തിൻ്റെ അഴിമതിയാണ്, ഈ ലോകത്തിൻ്റെ അനീതിയാണ് അവൻ്റെ ശത്രു എന്ന് പറയുന്നത്. കർത്താവ് ഏറ്റവും കൂടുതൽ നിലകൊണ്ടത് എവിടെയാണ്? ഇൻജസ്റ്റിസ്, നീതിയില്ലായ്മ എവിടെയാണ്? അവിടെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ നിന്നത്. അനീതി എവിടെയാണുള്ളത്? അതാണ് അവൻ്റെ ശത്രു. അനീതിയാണ് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശത്രു. അഴിമതിയാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു. അധികാര ദുർവിനിയോഗമാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു. ഈ ലോകത്തിൻ്റെ തെറ്റായ അധികാരികളാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു. ഈ ശത്രുവിനെ ഒരു പേരിട്ട് നമുക്ക് വിളിക്കുന്നതാണ് പിശാച് എന്ന് പറയുന്നത്.
കർത്താവിൻ്റെ ശത്രുവായ പിശാചിനെ സഹായിക്കുന്നത് ആരാണ്? ആര് സഹായിച്ചിട്ടാണ് അവനെ ഏൽപ്പിച്ചത്? കർത്താവ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 70-ാമത്തെ വാക്യത്തിൽ തൻ്റെ 12 അപ്പോസ്തലന്മാരോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. ആ പിശാച് യൂദോസ്കറിയോത്ത്, യൂദായാണ്. അവനാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നത്. നാം ഈ ദുഃഖവെള്ളിയാഴ്ച പീഡാനുഭവവാരത്തിൻ്റെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ധ്യാനിക്കേണ്ടതും കർത്താവിൻ്റെ ഈ പോരാട്ടം ആരോടായിരുന്നു? കർത്താവിൻ്റെ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? ഒരു വിജയത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും യൂദോസ്കറിയാത്ത് അന്ന് ചെയ്തതുപോലെ നമ്മൾ ഇന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുമ്പോൾ ഇന്ന് നാം അവനോടൊപ്പം നിന്ന് അവനെ ഒറ്റിക്കൊടുക്കുകയല്ലേ? അവനെ തള്ളിപ്പറയുകയല്ലേ? നാം ഇന്ന് ഈ ലോകത്തിൻ്റെ അധികാരികളോട് കീഴ്പ്പെട്ടും ഈ ലോകത്തിൻ്റെ അനീതിയോട് ചേർന്നും ഈ ലോകത്തിൻ്റെ അഴിമതിയോട് ചേർന്നും ഈ ലോകത്തിൻ്റെ എല്ലാവിധമായ തെറ്റുകളോടും നാം ഇന്ന് ചേർന്ന് ജീവിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുകയല്ലേ? എന്ത് പോരാട്ടമാണ് ഞാനും നിങ്ങൾ നടത്തുന്നത്? ഇതൊക്കെ വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ ധ്യാനിക്കേണ്ട വിഷയമാണ്. അന്ന് അവൻ്റെ ശത്രുക്കളെ സഹായിക്കുവാനായി അവൻ്റെ ശിഷ്യൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഇന്ന് ഞാനും നിങ്ങളും അവൻ്റെ ശത്രുക്കളെ സഹായിക്കുവാനായി അവനെ ഒറ്റിക്കൊടുക്കുകയല്ലേ? അവനെ തള്ളിപ്പറയുകയല്ലേ? അവനെ അനുസരിക്കാതിരിക്കുമ്പോൾ അവൻ നൽകിയ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോൾ അവൻ കാണിച്ച ക്ഷമയോട് നമ്മൾ തികച്ചും അനുരൂപരായിരിക്കാതിരിക്കുമ്പോൾ അവൻ്റെ ഉപദേശങ്ങളെ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ അവനെ ഞാനും നിങ്ങളും ഒറ്റിക്കൊടുക്കുകയല്ലേ? തള്ളിപ്പറയുകയല്ലേ? ആരോടാണ് ഞാനും നിങ്ങളും ഇന്ന് ചേർന്ന് ഇരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ അനീതികളോടാണോ നീതിയോടാണോ? ക്രിസ്തുവിൻ്റെ നീതിയോടാണോ ഈ ലോകത്തിൻ്റെ അനീതികളോടാണോ? ഒരു നിമിഷം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ജീവിതം ക്രിസ്തുവിനോടൊപ്പമായിരിക്കണം. ക്രിസ്തു പോരാടിയതുപോലെ അവനോടൊപ്പം പോരാടുവാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ താഴാഴ്മയെ അനുകരിച്ച്, അവൻ്റെ ക്ഷമയെ അനുകരിച്ച്, അവൻ്റെ സ്നേഹത്തെ അനുകരിച്ച് നമ്മൾ അവനോടൊപ്പം പോരാടണം. അവൻ മൗനമായിരുന്നിടത്ത് ഞാനും നിങ്ങളും മൗനമായിരിക്കണം. അവൻ ചെറുത്ത് നിന്നിടത്ത് ഞാനും നിങ്ങളും ചെറുത്ത് നിൽക്കണം. അവൻ സംസാരിച്ചിടത്ത് ഞാനും നിങ്ങളും സംസാരിക്കണം. അവൻ തള്ളിയതിനെ ഞാനും നിങ്ങളും തള്ളണം. അവിടെ ഞാൻ ക്രിസ്തുവിനോടൊപ്പം പോരാടുന്നു. അല്ലാത്ത പക്ഷം ഈ ലോകത്തിൻ്റെ അധികാരികളോട് ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുന്നു. ക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങളും തള്ളിക്കളയുന്നത്. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച, ഈ ഒരു പീഡാനുഭവത്തിൻ്റെ സമയം നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പം പോരാടണമെന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി വലിയൊരു ദൃഢനിശ്ചയം എടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അവിടെയാണ് ദുഃഖവെള്ളിയാഴ്ച കൊണ്ട് അർത്ഥമാക്കുക. എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇപ്രകാരം ഈ പീഡാനുഭവ വാരം അല്ലെങ്കിൽ ഈ ദുഃഖവെള്ളിയാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും അതിനെ സിംബലൈസ് ചെയ്യുന്നത്? ദ ലൈവ് ലിറ്റർജി, യാക്കോബായ സുറിയാനി സഭയുടെ വിശ്വാസമനുസരിച്ച് നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ലിറ്റോർജീസും ലൈവാണ്. ദ ലൈവ് ലിറ്റോർജീസ്. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചോ അത് വീണ്ടും ഞാനും നിങ്ങളും ഇന്ന് ആവിഷ്കരിക്കുകയാണ്, ഒന്ന് ഓർത്തെടുക്കുകയാണ്, ഒന്ന് അനുസ്മരിക്കുകയാണ്. ദ ലൈവ് ലിറ്റോർജി. അതിലൂടെ കർത്താവിനോടൊപ്പം നിന്ന് പിശാചിനോട് പോരാടുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.